സമ്മേളനം ഔപചാരികമായി ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കാൻ ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പാർട്ടി ജോർജിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ രാഹുൽജി, ഏറെ ബഹുമാനനായ AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന നമ്മുടെ നാട്ടുകാരനായ KC വേണുഗോപാൽ MP അവர்கள், ഏറെ ബഹുമാനനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവர்கள், ഏറെ ബഹുമാനനായ മുൻ KPCC പ്രസിഡന്റും വർക്കിംഗ് കമ്മിറ്റി മെമ്പറും കണ്ണൂരിന്റെ MPയുമായ K സുധാകരൻ അവർ, മറ്റു വലിയ സന്നിഹിതരായിട്ടുള്ള പ്രിയങ്കരായ നേതാക്കന്മാരെ, പ്രിയ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇന്ന് കണ്ണൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിജീഷ് ഗോവിന്ദൻ കൂടുതൽ വിവരങ്ങളുമായി. ബിജീഷ്, ഏതൊക്കെ മണ്ഡലങ്ങളുടെ പരിപാടിയാണ് ഇന്നിപ്പോൾ നടക്കുന്നത്? ആരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്? കണ്ണൂർ ജില്ലയിലെ 11 സ്ഥാനാർത്ഥികളെ കണ്ണൂരിലെ UDF തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണ് ഇപ്പോൾ കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആരംഭിച്ചിരിക്കുന്നത്. അല്പം മുൻപാണ് കൊച്ചിയിൽ നിന്ന് രാഹുൽ ഗാന്ധി കണ്ണൂരെ തുടർന്ന് അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കണ്ണൂര് കളക്ട്രേറ്റ് മൈതാനിയിലും ഇറങ്ങി ഇപ്പോൾ പൊതുവേദിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കണ്ണൂരിലെ 11 UDF സ്ഥാനാർത്ഥികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തളിപ്പറമ്പിൽ UDF സ്വന്തമായി മത്സരിക്കുന്ന TK ഗോവിന്ദൻ, അതുപോലെ തന്നെ പയ്യന്നൂരിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജില്ലയിൽ നിന്നുള്ള മുഴുവൻ UDF സ്ഥാനാർത്ഥികളും ഈ പരിപാടിയിൽ ഉണ്ട്. ഒപ്പം തന്നെ K സുധാകരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, UDFിന്റെ ഘടകകക്ഷി നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ രാഹുൽ കോഴിക്കോടേക്കാണ് ആ പരിപാടി കൈമാറാങ്ങുക. ശരി, ബിജീഷാണ് വിവരങ്ങൾ നൽകുന്നത്. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടി കണ്ണൂരിൽ തുടക്കമായി.